കേരളത്തിലെ മഹാനഗരങ്ങളിലൊന്ന്. പ്രാചീനകാലത്തും മധ്യകാലഘട്ടത്തിലും വ്യാപാരത്തിൻ്റെ ആസ്ഥാനമെന്ന നിലയിലുള്ള നഗരം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം. മതിയില്ലേ? അപ്പോൾ ഞാൻ ഏത് സ്ഥലത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് കോഴിക്കോട്ടിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോടോ, അവിടെ ഇപ്പോൾ എന്താ അത്ര കാണാനില്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. നമ്മുടെ കസിൻസിൻ്റെ കൂടെ വൈബായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. അപ്പോൾ നേരെ നമുക്ക് ട്രിപ്പിൻ്റെ ആ ഒരു വൈബിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കാണ് പോയത്. അവിടെ നമ്മളൊരു 8:25 ആ സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഈ കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിംഗ് ആണ്. 100 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് 8 മണി മുതൽ 5 മണി വരെയാണ്. ഇവിടെ ബോട്ടിങ്ങിന് പുറമെ അവർ സീ ഫുഡ് പാക്കേജ്, അതേപോലെ തന്നെ സ്റ്റേ പാക്കേജ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കടലുണ്ടി എന്ന് പറയുമ്പോൾ മാംഗ്രൂവ്സ് ആണ്, കണ്ടൽക്കാടുകളാണല്ലോ ഫുള്ള്. അപ്പോൾ വേലിയേറ്റ സമയത്ത് മാത്രമാണ് നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോയ ആ ഒരു സമയമാണ് ബെസ്റ്റ്. ഒരു 8:30 മുതൽ 10 മണി വരെ ഈ ഒരു ഇടയിലുള്ള ടൈമാണ് ബെസ്റ്റ് ഈ ബോട്ടിങ്ങിനൊക്കെ. കോഴിക്കോട് ഇങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കടലുണ്ടി നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങോട്ട് പോയാൽ തന്നെ അതൊരു ഭയങ്കര നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്കിതാ ട്രെയിന് പോണത് കാണാം. നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് ഇങ്ങനെ ട്രെയിൻ വരുന്നതും കാര്യങ്ങളൊക്കെ. നീയൻ കൂടെ കളിക്കാൻ വാ, താളം തുള്ളാൻ വാ, ഒരു പാട്ട് പാടാൻ വാ. അപ്പം ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ല രസമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു 45 മിനിറ്റോളം വരും. പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് സ്ഥലമാണ് കടലുണ്ടി. അപ്പം നമ്മളങ്ങനെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ 60ഓളം ഇനം ദേശാടന പക്ഷികളാണ് ഇവിടെ കാണപ്പെടുന്നത്. അത് ഓരോ സീസണിലായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അടുത്തിടെ ബയോ റിസർവ് ആയിട്ട് കടലുണ്ടീനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ തന്നെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവാണ്. ബേപ്പൂർ തുറമുഖത്തിന് 7 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അപ്പോൾ നെയ് റോസ്റ്റാണ് കഴിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചാലിയം ബീച്ചിലേക്ക് പോയി. കടലുണ്ടിയിൽ നിന്ന് 10 കിലോമീറ്ററോളാണ് ഇവിടെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ചാലിയം ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ബേപ്പൂർ ബീച്ച് വരുന്നത്. അപ്പോൾ ജങ്കാർ സർവീസ് ഉള്ളതുകൊണ്ട് 5 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേപ്പൂർ ബീച്ചിലേക്കും പോവുക. പിന്നെ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ബേപ്പൂർ ബീച്ചിൽ തന്നെ നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കടലുണ്ടി ബോട്ടിങ്ങിന് പോയതല്ലേ, പിന്നെ എന്താ വീണ്ടും ഒരു ബോട്ടിങ്ങിന് പോകണേ. പക്ഷേ അതല്ല, ഇതൊരു വേറൊരു വൈബാണ്. പിന്നെ നമുക്ക് ഡോൾഫിൻ പോയിന്റ് വരെയാണ് ഈ ബോട്ട് പോവുക. നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ തൊട്ട് മുൻപ് കയറിയിട്ടുള്ളവർക്ക് ചോദിച്ചപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ലെക്കാണല്ലോ. പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, കോഴിക്കോട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ സ്പീഡ് ബോട്ടിലും അതേപോലെ തന്നെ കടലുണ്ടിയും പോവാതിരിക്കരുത്. പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മിഠായി തെരുവ് എന്നറിയപ്പെടുന്ന SN സ്ട്രീറ്റിലേക്ക് പോയി. കോഴിക്കോട് പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കിയതാണ് മിഠായി തെരുവിലേക്ക് പോയില്ലേന്ന്. 2 ഭാഗത്തും ഫുള്ള് ഷോപ്പാണ്. നമുക്ക് പല തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും. ഞങ്ങളും അങ്ങോട്ട് പോയപ്പോൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ മിഠായി തെരുവിൻ്റെ അടുത്ത് തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് 2 മണിക്കാണ് തുറക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു വഴിയിലൂടെ തന്നെ നമുക്ക് കാണാം. ജസ്റ്റ് ഒരു ഗാർഡനാണ്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നല്ല ഫുഡായിരുന്നു.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്കാണ് പോയത്. ഇത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. നമുക്ക് സൈഡിലായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ കാണാം. ഈ പഴശ്ശിരാജ മ്യൂസിയത്തിൻ്റെ ഈ കെട്ടിടം പണ്ട് ബ്രിട്ടീഷ് കളക്ടർമാർ താമസിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരുന്നു. അതിനു മുൻപ് ഒരു ക്രിമിനൽ കോടതിയായിട്ടായിരുന്നു ഈ കെട്ടിടം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 30 രൂപയും അതേപോലെ തന്നെ മൊബൈൽ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 10 രൂപയും 2 വീലർ പാർക്കിങ്ങിന് 10 രൂപയും 4 വീലറിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ അവിടെ തന്നെ ആർട്ട് ഗ്യാലറിയും കൃഷ്ണമേനോൻ മ്യൂസിയം ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് റീലൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ 3D തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് ഗാർഡനൊക്കെ ആയിട്ട് ഈവനിങ് സമയത്തൊക്കെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് കോഴിക്കോട് ബീച്ച്. ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റീലെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴും റീലെടുത്തു. പിന്നെ അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.